बहन की सगाई हो रही है फिर भी आप नहीं जा रहे साहब? छुट्टी मिलना चाहिए मिल्खा सिंह. ഏതായാലും പെങ്ങളുടെ കല്യാണ നിശ്ചയത്തിന് സാറ് പോകേണ്ടതായിരുന്നു. ലീവെല്ലാം ശരിയായി വന്നപ്പോഴല്ലേടോ പാകിസ്ഥാൻകാർ നുഴഞ്ഞു കയറാൻ സാധ്യതയുണ്ടെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ട് വന്നത്. BSF-ലായി പോയില്ലേ? അല്ലെങ്കിലും പട്ടാളക്കാരന്റെ കാര്യമൊക്കെ അത്രേ ഉള്ളൂ. എന്റെ ജെയിംസേ, താൻ എങ്ങനെയെങ്കിലും നമ്പർ ഒന്ന് കറക്കത്താ. ടെലിഫോണിൽ കൂടെയെങ്കിലും ഞാൻ അവളോടൊന്ന് സംസാരിക്കട്ടെ. അല്ലെങ്കിലേ ഹേമേനെ വെറുതെ വിടില്ല. ട്രൈ ചെയ്യുന്നുണ്ട് സാർ, പക്ഷെ ക്യാമറയോട് കണക്ഷൻ കിട്ടുന്നില്ല. ഈ രാജേട്ടന്റെ ഒരു കാര്യം, രാവിലെ 9 മണിന്ന് അടിക്കുമ്പോ എന്റെ കോള് വന്നിരിക്കുന്നു ഉറപ്പ് തന്ന ആളാ. മിലിറ്ററിക്കാരുടെ കാര്യങ്ങളൊക്കെ അറിയാവുന്ന നീ തന്നെ ഇങ്ങനെ പറഞ്ഞാലോ? ഫോണൊന്നും കിട്ടാത്ത വല്ല സ്ഥലത്തുമായിരിക്കും ചിലപ്പോ അവന് ഡ്യൂട്ടി. ഏത് കാട്ടിലായാലും രാജേട്ടൻ വിളിച്ചിരിക്കും. നോക്കിക്കോ, എന്നെ പറഞ്ഞു പറ്റിക്കുന്ന പോലൊന്നുമല്ല. പുന്നാര പെങ്ങളെ ഇത്തിരി പേടിയാ. ദേ വല്യേച്ചി, അവരെല്ലാം വന്നെന്നാ തോന്നണേ. ആ നടന്നു വരുന്ന ആളാന്ന് തോന്നണു. ഹേമ മാഡം പറയാറുള്ള ഒളിച്ചോട്ടക്കാരൻ മേജർ അമ്മാവൻ. ചൈന വാര സമയത്ത് പീരങ്കിയുടെ ശബ്ദം കേട്ട് പേടിച്ചോടി പോകുന്ന ആളാന്നല്ലേ മാഡം പറഞ്ഞ? പേടിക്കണ്ട, അയാളെ കൊണ്ട് ഈ കല്യാണം മുടക്കാനും സാധിക്കില്ല. പട്ടാളം എന്ന് പറഞ്ഞാൽ പട്ടാളം തന്നെ. സമയം കൃത്യം. ലെഫ്റ്റനന്റ് കേണൽ ശരത്ചന്ദ്രൻ, glad to meet you. ഹേമ ഫോട്ടോ കാണിച്ചിട്ടുണ്ട്. നേരിൽ കാണുന്ന ആദ്യം. കല്യാണം കഴിക്കാൻ സ്വല്പം ലേറ്റ് ആയാലെന്താ, ഹേമയുടെ സെലക്ഷൻ ഒന്നാം തരം. ആ തടിയുള്ള ആളെ കക്ഷി. വലിയ ലെഫ്റ്റനന്റ് കേണലാണെങ്കിലും പിത്തത്തടി നല്ല പോലെ ഉണ്ട്. മദ്രാസ് റെജിമെന്റ് മൊത്തം ഇങ്ങ് വന്നിട്ടുണ്ടല്ലോ. പിന്നെ ഞങ്ങളുടെ ബോസിന്റെ കല്യാണം നിശ്ചയമല്ലേ, വന്നില്ലെങ്കിൽ പണിഷ്മെന്റ് സിവിയർ ആയിരിക്കും. അതും ദാഹിച്ച് മോഹിച്ച് നടക്കുന്ന ഒരു കല്യാണം. കേട്ടോ മേജർ സാബേ, ഞങ്ങളെ നിക്കാഹിന്റെ ബ്രോക്കർമാര്. ഓഹോ, പട്ടാളത്തിൽ ഇപ്പൊ ബ്രോക്കർമാരും ഉണ്ടോ? ഒരാളുണ്ടായിരുന്നു. പണ്ട് യുദ്ധം പ്രഖ്യാപിച്ചപ്പോൾ അയാൾ അവിടെ നിന്ന് മുങ്ങി. മിസ്റ്റർ ശരത്ചന്ദ്രൻ, ഇതാണ് ഹേമയുടെ അമ്മ മഹേശ്വരി. അത് ഹേമയുടെ ചേട്ടന്റെ ഭാര്യ മാലതി. രാജേന്ദ്രന്റെ ഭാര്യ? രാജേന്ദ്രനെ അറിയോ? കൊള്ളാം. ജമ്മുവിൽ 3 വർഷം ഞങ്ങൾ ഒന്നിച്ചുണ്ടായിരുന്നു. ഞങ്ങൾ എല്ലാവരും രാജേന്ദ്രൻ സാറിന്റെ സുഹൃത്തുക്കളാ. ഞാൻ പ്രത്യേകിച്ചും രാജൻ സാബിന്റെ ഗുരു കൂടിയാണ്. ഗുരുവോ? സംഗതി ഞാൻ ഹവൽദാർ ആണെങ്കിലും ഹിന്ദിയിൽ MA ഡിഗ്രി ഉള്ളതുകൊണ്ട് പട്ടാളത്തിൽ ചേരുന്ന മിക്കവർക്കും ഞാനൊരു ഗുരു കൂടിയാണ്. ഹിന്ദി हमारी राष्ट्रभाषा है, इसलिए हम भारतीयों का कर्तव्य है कि हम हिंदी अच्छी तरह सीखें और हिंदी में बातचीत करें और हिंदी के लिए പേടിക്കണ്ട, ആളി ഭാഷ കൊണ്ടാ പട്ടാളത്തിൽ പിടിച്ചേക്കുന്നത്. പക്ഷെ മേജർ മാവിന്റെ അതേ സ്വഭാവമാണ്. അതെന്താ? പീരങ്കിയുടെ വെടിവെച്ച് കേട്ടാ അപ്പൊ പേടിക്കും. ആ, ക്യാപ്റ്റൻ വിജയൻ നേരത്തെ എത്തിയോ? ഞങ്ങള് നാട്ടുകാരും അയൽക്കാരല്ലേ. വിജയൻ ഇന്നലെ രാത്രിയിലെ വന്ന് ദഹനപ്പരയുടെ ചാർജ് ഏറ്റെടുത്തിരിക്കുക. മഹേശ്വര കുഞ്ഞമ്മയ്ക്ക് ഇവരെയൊക്കെ മനസ്സിലായോ? ശരജൻ തന്നെ അറിയാം, ഫോട്ടോ കണ്ടിട്ടുണ്ട്. മറ്റുള്ളവരൊക്കെ ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ ആവുമല്ലേ? ബന്ധുക്കളായിട്ട് എനിക്ക് ആരുമില്ലമ്മേ. പക്ഷെ അതിലും വലിയ ആത്മബന്ധമാണ് ഇവരൊക്കെ ആയിട്ട് എനിക്ക്. ഇത് ക്യാപ്റ്റൻ ഗോപി. ഇതെന്റെ അമ്മ സുഭദ്രാമ്മ. ഞാൻ മേജർ പ്രഭാകരൻ. ഞാൻ ക്യാപ്റ്റൻ കബീർ. ഞാൻ ഹവൽദാർ TP കുര്യൻ. നായിക് ഹനീഫ്. ഞാൻ നായിക് പ്രകാശ്. ഞാൻ ക്യാപ്റ്റൻ നായിക് ഒന്നില്ലാത്ത ബഷീറ. I am BSF Commander നരേന്ദ്ര വർമ്മ. അപ്പൊ പേടിയുണ്ട്. രാജേന്ദ്രന്റെ മകനാ. ആഹാ, മോർണിംഗ് വന്നേ. മെടുക്കൻ. ഈ ഡ്രസ് ആര് തയ്പ്പിച്ചെന്നാ? അച്ഛൻ. കഴിഞ്ഞ പ്രാവശ്യം ലീവിന് വന്നപ്പോ രാജേട്ടനോട് വഴക്കുകൂടി തയ്പ്പിച്ചതാ. എന്ത് വിശേഷം ഉണ്ടായാലും അവന് ഈ ഡ്രസ്സേ ഇടും. പാകിസ്ഥാനുമായി വാറുണ്ടാവുമെന്നാ കഴിഞ്ഞ പ്രാവശ്യം അച്ഛൻ കത്തിൽ എഴുതിയിരുന്നത്. എന്റെ അച്ഛന്റെ നേരെ എങ്ങാനും ആ പാകിസ്ഥാൻകാര് വെടി വെച്ചാൽ ഞാൻ ഈ തോക്കുമായിട്ട് ഒരു പോക്ക് പോവും. എന്നിട്ട് പാകിസ്ഥാൻകാരനെ ടിഷ്യൂം 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 വെടിവെച്ച് കൊല്ലും ഞാൻ. അച്ഛന്റെ മോൻ തന്നെ സമ്മതിച്ചു. അച്ഛൻ മാത്രമല്ല, എന്റെ അപ്പൂപ്പൻ ആരായിരുന്നെന്നറിയോ? കേണൽ സുരേന്ദ്രവർമ്മ. അപ്പൂപ്പന്റെ അച്ഛൻ ആരായിരുന്നെന്നറിയോ? മേജർ ജനറൽ ശേഖരവർമ്മ. അമ്മായി ആരാണ്? ക്യാപ്റ്റൻ ഹേമ വർമ്മ. അപ്പൊ ഞാനില്ലേടാ. പേടിത്തൂറി ആണെങ്കിലും വല്യമ്മാവനും മേജറാ. കുട്ടിയാണെങ്കിലും വിവരം കേട്ടോ. രാജേട്ടൻ കൂടി വേണ്ടതായിരുന്നു ഈ ചടങ്ങിന്. വീട്ടിലെല്ലാരും കൂടി ഇന്നൊരു ഉത്സവമായിരിക്കും.
ഫുൾ ഗ്യാങ്ങല്ലേ എത്തുന്നത്. എടാ ജെയിംസേ, വല്ല നടക്കൂ. നെടുമുടിക്ക് ലൈൻ കിട്ടി സാർ, റിങ് പോകുന്നുണ്ട്. ഓ മൈ ഗോഡ്, രക്ഷപ്പെട്ടു. क्या है साहब? राजेंद्र सबको बुलाओ जी. എന്താ? ഏതോ ഗ്രാമീണർ ഡെഡ് ബോഡി ആയിട്ട് പോവാ. ഏതായാലും ഞാനൊന്ന് നോക്കിട്ട് വരാം. ഞാനും കൂടി വരാം സാർ. വേണ്ടോ, ഞാൻ നോക്കിക്കൊള്ളാം. ആരോ ശവസംസ്കാരത്തിന് പോകുന്നവരാ. कहाँ जा रहे हो? पिताजी के अंतिम संस्कार के लिए सारा गांव जा रहे हैं। क्यों वहाँ जा रहे? उनकी इच्छा थी कि अंतिम संस्कार जन्मस्थल में ही होना चाहिए। हाँ, मंच को नीचे उतारो. आप कुछ गलत मत समझिए, ये मेरा ड्यूटी है. पाकिस्तान जिंदाबाद, पाकिस्तान जिंदाबाद। रास्कल, इस कुत्ते का बॉडी हमको ले जाना है, ले लो. अरे कुत्ते साले! ओके सर, अभी हमारा मूवमेंट शुरू कर देंगे. जी सर.
मेजर जनरल जाफर खान का था। हिंदुस्तान को जीतने के लिए किसी भी आइडिया यूज करने को बोला है। उसके बारे में मेजर साहब आप क्या कहते हैं? हमारे प्लान से वो इंडियन कुत्तों को एक शॉक ट्रीटमेंट देना पड़ेगा। वो लोग शर्मिंदा होना चाहिए। मेजर जनरल जाफर खान फातिमा द्वारा सब इंतजाम कर दिया है। आप तैयार हैं? मैं मुलाकात करने के लिए तैयार हूँ साहब। आज से हमारा ऑपरेशन शुरू हो जाएगा। ये दूल्हा अभी तक आया क्यों नहीं है? मुहूर्त आ गया लेकिन दूल्हा अभी तक नहीं आया। चिंता मत कीजिए, मैंने सब तैयारियां कर दी है। सही समय पर वो लोग आ जाएंगे। बॉर्डर है ना, वहाँ कोई चेकिंग वगैरह होगी। आप बाकी की तैयारियां कीजिए, जाइए। नहीं हिलना, ये पूरे गांव हमारे कस्टडी में है। सब औरत गाड़ी में चलो। अबे हरामजादे, ये कुत्ते हरामों के लिए हमको धोखा दिया। बोल बोल। खामोश। सब औरतें जल्दी से गाड़ी के अंदर जाओ। जब तक हम जिंदा हैं, ये कभी नहीं होगा। I don't want any explanation. Just find out the details of the person who cheated the border security force and help them to get inside. All right? Inform me immediately. Okay? Brigadier Nair here. Ade sir. Nair ആണ് sir. അതൊരു ചീറ്റിംഗ് ആയിരുന്നു സർ. ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിനെ ആരോ കബളിപ്പിച്ചിട്ടാ അവരെ ഉള്ളിൽ കടത്തിയത്. സർ, I will trace it out immediately, sir. I have done it, sir, already. Lieutenant Colonel Sharat Chandrന്റെ കീഴിൽ ഒരു ട്രൂപ്പിനെ അങ്ങോട്ട് അയച്ചിട്ടുണ്ട്. മലയാളീസ് അധികവും നമ്മുടെ കമ്പനിയിൽ ബന്ധപ്പെട്ടത് ഭാഗ്യമായി. ഇനി മെസ്സേജസ് കൈമാറുന്നത് മലയാളത്തിലാക്കാം. എന്താ? അത് ശരത് സാറ് പറഞ്ഞ നല്ല ഐഡിയ. അറിയാതെ എങ്ങനെ അവരുടെ റേഞ്ചിൽ പെട്ട നമ്മുടെ ഈ കുടുകുട് ഭാഷ അവർക്ക് തവസിരുന്ന പിടിയിട്ടില്ല. കറക്റ്റ് ഗോപി. ബേസ് എന്നുള്ള ഇൻഫർമേഷന് ഏതെങ്കിലും മലയാളി വയർലെസ് ക്രൂവിനെ ഏൽപ്പിക്കാൻ ഒരു മെസ്സേജ് കൊടുക്കും. എനിക്ക് ഒരു നല്ല സജഷൻ പറയാനുണ്ട്. എന്താണ്? ഇന്ന് ഒരു ദിവസത്തേക്ക് റെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് നാളെ പോയാൽ പോരെ സാർ? ഉപ്പൂറ്റി കൂടെ വേദന അസ്ഥിയിലേക്ക് ഇങ്ങനെ അരിച്ചു കയറും. ഒരു ക്യാമ്പ് ഫെയറൊക്കെ ആയിട്ട് കൂടിയിട്ട് ഡാൻസും പാട്ടും റിലാക്സ് ചെയ്യാം. എന്നാ പിന്നെ ഇതിനെ കൂടെ ഇറങ്ങി പോന്നെ. ഒരു സിക്ക് ലീവ് എഴുതി കൊടുത്താൽ ബേസിൽ എങ്ങനെ ചുണ്ടു കൊടുക്കണം പോരായിരുന്നു. അതെങ്ങനെ? നമ്മുടെ ഫാമിലി ഡോക്ടർ ഹേമ മാഡം ആർക്കും സിക്ക് ലീവ് എഴുതി തരില്ലല്ലോ. ക്യാൻസർ ആണെന്ന് പറഞ്ഞ് ചെന്നാലും ഒരു ക്രോസിംഗ് തന്നിട്ട് ഡ്യൂട്ടിക്ക് നോക്കോളാൻ പറയും. ഹേമ മാഡത്തിന്റെ കാര്യം പറഞ്ഞപ്പോ സാബിന് നാണമായി. ഒരു കാര്യം വീട്ടിൽ വിളിച്ച് മാത്രം സീരിയസ് എന്ന് പറഞ്ഞ ഒരു ടെലിഗ്രാം അടിപ്പിക്കും.
അതെങ്ങനെയാ? മദർ മരിച്ചുപോയി എന്ന് പറഞ്ഞല്ലേ ഇവൻ 3 തവണ ലീവ് എടുത്ത് നാട്ടിൽ പോയത്. കഴിഞ്ഞോണം മരിച്ചത് അമ്മൂമ്മയുടെ അമ്മയാ, അതിനു മുമ്പ് അമ്മൂമ്മ, അതിനു മുമ്പ് അമ്മ, എല്ലാം മദേഴ്സ് തന്നെയല്ലേ? ബോർഡർ എന്ന സിനിമ കണ്ടിട്ട് ആവേശം മൂത്ത് ഇങ്ങോട്ട് ചാടി പോരേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു കുര്യച്ച. അത് പ്രഭാകരൻ സാറ് പറഞ്ഞ കറക്റ്റാ. ആ ഹിന്ദിവാദിയാരുടെ പണി തന്നെ പോരായിരുന്നു. അതെ അതെ. തട്ടിപ്പോകുന്നുള്ള പേടിയുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് സാറ് വെറുതെ? പേടി തനിക്കില്ലേ? വാ കുഞ്ഞുണ്ണി പേടിക്കണം, കുറെ പുളിക്കണം. എന്റെ ജാതക പ്രകാരം ആയുസ് 87. പഴയങ്ങാട്ട് പള്ളിപ്പണിക്കൽ ഒരു ജാതകം എഴുതിയാൽ അത് അച്ചിട്ടാണ്, അറിയാമോ? എന്തായാലും ഞാൻ കൂടെ ഉള്ളതുകൊണ്ട് ഹിന്ദിയുടെ ABCD അറിയാത്ത തനിക്ക് പോലും ഇപ്പൊ അത്യാവശ്യം കാര്യങ്ങൾ മനസ്സിലാക്കാമല്ലോ. എന്റെ തിരുവൈരാണിക്കുളത്തപ്പ ഹിന്ദിയിൽ ABCD ഉണ്ടാ? साइलेंस സാബ് ए ऑल आठ पकड़ो എന്റെ അമ്മോ, അയ്യോ അത് ക്യാപ്റ്റൻ വിജയനല്ലേ? വിജയനോ? അതെ സർ, വിജയൻ തന്നെയാ. ഗുരുവായൂരപ്പ, ഞാൻ വിചാരിച്ചു എല്ലാം ഇപ്പൊ തീർന്നെന്ന്. പാകിസ്ഥാൻ സ്പൈ ആയിരിക്കുമെന്നാ വിചാരിച്ചത്. ബുള്ളറ്റ് കൊണ്ട് ഇപ്പൊ പൊതിഞ്ഞാനെ. വിജയൻ എങ്ങനെ ഇവിടെ എത്തി? ഉടൻ പുറപ്പെട്ടെത്താൻ സിഗ്നൽസ് നിന്ന് ഉത്തരവ് കിട്ടി. മാപ്പിലും കാണാത്ത ഈ ഗംഗോക്കത്തിലായി തപ്പി കുറെ കറങ്ങി. ഒടുവിൽ ഭജരംഗവലിയുടെ അനുഗ്രഹം കൊണ്ട് ഇവിടെ എത്തിയപ്പോഴാണ് കമ്പനി മൂവായെന്ന് അറിഞ്ഞത്. താഴ്വാരം വഴി നടന്ന് അലഞ്ഞു തിരിഞ്ഞിവിടെ എത്തിയപ്പോ മൂത്രസഞ്ചി പൊട്ടിപ്പോകുന്നായി. അപ്പൊ നീർന്നു പോയതാ. എന്നിട്ട് സഞ്ചി കാലിയാക്കിയ ആശ്വാസമായി. ഒരു സെക്കൻഡ് തെറ്റിയിരുന്നെങ്കിൽ ഞാൻ വെടിവെച്ചേ. മൂത്രസഞ്ചി കിട്ടാം.